ഹലോ, നമ്മളിന്ന് എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ ഫാം എന്നും പറഞ്ഞിട്ട് സിറ്റിക്കകത്തൊരു ഫാം ഉണ്ടായിരുന്നു. ആ സ്ഥല പേര് ഞാൻ മറന്നുപോയി, അത് ഞാൻ പതുക്കെ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ 100 രൂപ എടുത്ത് ടിക്കറ്റ് എടുക്കണം. 100 രൂപ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മൾ മ്യൂസിയത്തിൽ പോണേക്കാട്ടിലും കൂടുതൽ മൃഗങ്ങൾ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മ്യൂസിയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദൂരെ നിന്നൊക്കെ കാണാൻ പറ്റട്ടെ, ഡെപ്പി കെട്ടടാ മാറി ദൂരോട്ടൊക്കെ നിന്നായിരിക്കും നമുക്ക് ഈ പെറ്റ്സിനെയൊക്കെ കാണാൻ പറ്റണം. ഇവിടെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെറ്റ്സിനെയൊക്കെയാണ് കാണാൻ പറ്റണത്. നമുക്ക് കയ്യിലൊക്കെ വേണ്ട പാമ്പിനെയൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് അമ്മാനാടാം. മാക്സിമം പാമ്പിനെയൊക്കെ നമ്മൾ എടുക്കാൻ വരികയാണെങ്കിൽ പെർഫ്യൂം ഒന്നും അടിക്കാതെ വേണം വരാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് അവർ പറഞ്ഞേക്കണത്. അതുകൊണ്ട് നമുക്ക് ഷോൾഡറിലോ കാര്യങ്ങളിലോ ഒന്നും വെക്കാൻ പറ്റൂല. നമുക്ക് കയ്യിൽ മാത്രം വേണമെങ്കിൽ എടുക്കാം. നോർമലി നിങ്ങൾ കയ്യിലൊക്കെ എടുക്കുകയാണെങ്കിൽ പെർഫ്യൂമിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിൽ പോയാൽ പോലും നമുക്ക് ഇതുപോലുള്ള മൃഗങ്ങളൊന്നും കാണാൻ പറ്റൂല. നമുക്ക് കണ്ട് അങ്ങനെയുള്ള രീതിയിലാണ് മ്യൂസിയത്തൊക്കെ പോകണം. ആ മ്യൂസിയത്തിൽ പോണ പൈസ കൊണ്ട് നമുക്ക് ഇവിടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് കളർ പാമ്പിനെയൊക്കെ നമുക്ക് കയ്യിൽ തരും. നമ്മൾ ചൈനീസ് മൂവിയിലുള്ള വൈറ്റ് കളർ പാമ്പിനെയൊക്കെ നമുക്ക് കയ്യിലെടുക്കാം. പിന്നെ കുതിരകൾ പല കളറിലുള്ള കുതിരകളൊക്കെ ഉണ്ട്. തൊട്ടോടി ആ പുള്ളി നിൽക്കില്ല അടുത്ത്. എന്നെ കൊണ്ട് പോണേ. അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ശൈലു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ എടുത്തിട്ട് നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ല. ഒരേപോലെ ഉണ്ട്, ഒരമ്മ പറ്റ മക്കളെ പോലെ. നോക്കട്ടെ, ചിരിച്ചാണി. അല്ല ചിരിച്ചാണി. സെയിം ക്യാമറ എടുത്തത് നിന്നെ എപ്പോഴും കാണുന്ന ആൾക്കാർ ഇതൊക്കെ വല്ലപ്പോഴും കാണട്ടെ. ക്യാരി തരും മൂക്കിൽ. കറമ്പി എടുക്കും. ഇതാണ് കൊച്ചിൻ പഫ്. ഇതൊന്നും വിചാരിച്ചാണ് ഞാൻ ഓരോരുത്തർ കോഴീനെ വാങ്ങിച്ചത്. പക്ഷെ വേറെ വായിൽ മൊത്തം ചോരാണല്ലോ. ഡേഞ്ചറാണ്. അയ്യോ അതെങ്ങനെ ഇവിടെ വന്നു? ഇവളുടെ വേറൊരു ജന്മം. അതായത് ഏത് നേരം ഉറക്കമാണ്. ഏത് നേരവും ഒരു മനുഷ്യന് ഉറക്കം മാത്രം വലുതാവും. അതിനെ പേടിപ്പ് ചോട്ടിക്കുന്നു. ജീവൻ പോയി. ഇങ്ങോട്ടൊക്കെ നല്ലൊരു പോസാണിത്. നല്ലൊരു പോസ് കിട്ടാണ്. ചിരിയടി. മിക്കവാറും തിന്നാൻ കണക്കാക്കി ഒരു 8 മണിക്കൂർ തലേ തൊട്ട് ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ലേ. പേടിക്കാം. പിന്നെ ഇവിടെ വലിയൊരു ഡോഗ് ഉണ്ടായിരുന്നു. ആ ഡോഗിനെ വെച്ചിട്ട് വലിയ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. ഡോഗിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കൊടുത്ത്. അങ്ങോട്ടില്ല, ഒരു ഭീതി കാണുന്നുണ്ടല്ലോ മുഖത്ത്. അല്ല 22 20 മണിക്കൂർ തിന്നാൻ വേണ്ടി മാത്രമല്ലേ എണീക്കുള്ളൂ. ഇന്നെ പോലെ തന്നെ ഉറങ്ങി. അയ്യോ, ആര് വെച്ചുള്ളയോ, യാറ് പത്ത പിള്ളയോ വെച്ചാ ഉടനെ ഉറങ്ങും സാർ. അത്
അതുപോലെ അതായിട്ട് ജനിച്ചാൽ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കിളികളാണ്. കിളികൾ, പ്രാവുകൾ, പിന്നെ ഈ പറക്കുന്ന പോലത്തെ അണ്ണാൻകുഞ്ഞ്, അതൊക്കെ നമുക്ക് കയ്യിൽ തരും. പിന്നെ ചൈനീസിൽ ഈ ചൈനേൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, ചൈനേൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പലതരത്തിൽ പല കളറിലുള്ള മീനുകൾ. ആ മീനുകളും കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കിളികളുണ്ട്, പലതരത്തിലുള്ള കളറിലുള്ള കിളികൾ. കുട്ടികളെയൊക്കെ കൊണ്ടുവരാണെങ്കിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിള്ളേരെ കൊണ്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമിൽ പോകും. ഇതെവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിമൂട് പള്ളിച്ചൽ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഫാം ഹൗസ് വരുന്നത്.